അല്ല ഗിരി, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. ഈ വീട്ടിൽ എന്തെങ്കിലും മോഷണം പോയാലോ, കാണാതായാലോ, കറണ്ട് പോയാലോ, എന്തിന് ഭക്ഷണത്തിൽ ഒരു ഈച്ച വന്നിരുന്നാ പോലും എന്തിനാ ഗിരി ഞങ്ങളുടെ മേല് കുതിര കയറാൻ നിൽക്കുന്നേ? ഓ, ഇതെന്തൊരു കഷ്ടമാണ് എന്റെ ഈശ്വര. നീയൊക്കെ എന്തിനാ വെറുതെ ഇങ്ങനെ സംസാരിച്ച് ഊർജം കളയുന്നത്? രണ്ടേ രണ്ട് വാക്കിലും മറുപടി കിട്ടിയാ മതി. ഞാൻ എടുത്തു, ഇന്ന സ്ഥലത്ത് കൊണ്ട് വച്ചിട്ടുണ്ട്. നിങ്ങളിൽ ആരാ ചെയ്തെന്ന് വെച്ചാ അത് പറഞ്ഞാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ആണോ? രണ്ട് വാക്കിലും മറുപടിയല്ലേ വേണ്ടത്? ഞാൻ പറയാം, ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് അതെവിടെ ഇരിക്കുന്നു എനിക്ക് അറിയാനും പാടില്ല. കഴിഞ്ഞില്ലേ? നീ വെറുതെ കിടന്ന് നിന്റെ എനർജി വേസ്റ്റ് ചെയ്യണ്ട ഗിരി. ഇവളുമാരൊന്നും പറയാൻ പോകുന്നില്ല. ഞാൻ എന്തായാലും സിദ്ധനെ ഒന്ന് കാണാൻ പോവാ. ഇതിനുള്ള പരിഹാരം അദ്ദേഹം തന്നെ പറയട്ടെ. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല വലിച്ച. എന്താ, നിനക്ക് ആളിനെ അറിയാമോ? ആളും പേരുമെന്ന് എനിക്കറിയില്ല. ദേവി ആഗ്രഹിക്കുന്നതേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം കുഞ്ഞുങ്ങൾ ഉണ്ടാവാനാ. അതുകൊണ്ടാ സ്വാതിയുടെ വിഗ്രഹം മാത്രം കാണാതായത്. എല്ലാം ഭഗവതിയുടെ ശക്തിയാ. നിർത്തേ നിന്റെ അഭിനയം. ഇവിടെ ആരുവേ ഓസ്കാറൊന്നും കൊണ്ട് വെച്ചിട്ടില്ല ഇങ്ങനെ നടന്ന് അഭിനയിക്കാൻ. വല്യച്ഛന് ഇതിനു വേണ്ടി സിദ്ധനെ കാണാൻ പോകുന്നു വേണ്ട. രണ്ട് കാന്താരം മുളകെടുത്തേ ഇവളുമാരുടെ കണ്ണിൽ തേച്ച് കൊടുത്താൽ മതി. കാണാതെ പോയി സാധനമേ ഇപ്പൊ ഇവിടെ എത്തും. അല്ലെങ്കിലേ നമുക്ക് പോലീസിനെ വിളിക്കാം, അവര് വന്ന് തെളിയിക്കട്ടെ. എന്നാ പിന്നെ പോലീസ് വരട്ടെ അല്ലേ നന്ദിനി? ആ വരട്ടെ, തെളിയിക്കട്ടെ അല്ലേ? കണ്ടോ വലിച്ച, പോലീസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ രണ്ടിന്റെ മുഖത്തെ ചളുപ്പ് കണ്ടോ? പോലീസൊന്നും വേണ്ട. വിഗ്രഹം ഇവിടെ എത്തിച്ച സിദ്ധൻ തന്നെ അതെവിടെയാന്നും കണ്ടുപിടിച്ചു തരും. എന്നാ പിന്നെ സിദ്ധം കണ്ടുപിടിക്കട്ടെ അല്ലേ നന്ദിനി? അതെ. നീ വന്നേ. വിഗ്രഹം എടുത്ത് കളയാനുള്ള ധൈര്യമൊന്നും ഇവളുമാർക്കില്ല. വല്യച്ഛൻ ഇപ്പോഴും ഇവളുമാരെ നമ്പുന്നുണ്ടോ? ആ, ഞാൻ എന്തായാലും സിദ്ധനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ശരി നന്ദിനി തമ്പുരാട്ടി, നീ കള്ളന് കഞ്ഞി വെച്ചവളാണെന്ന് എനിക്ക് നല്ലോണം അറിയാടി. ഗൗരി കൊച്ചമ്മേ, നിങ്ങളെ ഒന്ന് വാറ്റി കുറുക്കിയെടുത്താ നല്ല സ്ഫുടം ചേർത്തെടുത്ത് നല്ല ഒന്നാന്തരം കള്ളത്തരം മാത്രമേ കിട്ടൂ. ഭയങ്കരീ. സ്വാതി, ഓഹോ കൊള്ളാം. വീരശൂര പരാക്രമിയായ എന്റെ സ്വാതി തളർന്നുപോയോ? എടോ, നടന്നു. ഇനി താൻ ഇങ്ങനെ അതൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്താടോ കാര്യം? അങ്ങനെ തകർന്നു പോയിട്ടൊന്നുമില്ല. പക്ഷേ എന്തൊക്കെ ദുശകുനങ്ങളാ ജീവിതത്തിൽ സംഭവിക്കുന്നേന്നോർത്ത് ഇരുന്നു പോയതാ. അച്ഛനെ വന്നിച്ച് പൂജയ്ക്കും അഭിഷേകത്തിനുമായി കൊണ്ടുപോയ പാൽക്കുടം തറയിൽ വീണു. അത് പോട്ടേന്ന് വെക്കാം. പക്ഷേ പൂജയ്ക്ക് വെച്ചിരുന്ന വിഗ്രഹം കാണാതായെന്ന് പറഞ്ഞാ അതിൽ കൂടുതൽ എന്ത് ദുശകുനാ ഉള്ളത്? എടോ, ആ പാല് താഴെ വീണതിനോർത്ത് താൻ വിഷമിക്കണ്ട. ആ സ്റ്റെയർ കേസിൽ നിന്ന് താൻ മറിഞ്ഞു വീണ് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അതെന്തായാലും ഉണ്ടായില്ലല്ലോ. അപ്പോ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നല്ലേ കരുതേണ്ടത്. ചിലപ്പോ അത് വെറൊരു ഓർമ്മപ്പെടുത്തലാവാം, ഒന്ന് കരുതിയിരിക്കണം എന്നതിന്റെ സിമ്പൽ. ഈശ്വരൻ നമ്മളോടൊന്നും നേരിട്ട് പറയില്ല, ഇങ്ങനെ ചില സിഗ്നൽസ് തരും. അതിനെയൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോ ആ വിഗ്രഹം കാണാതെ പോയതോ? എടോ, അങ്ങനെ വിഗ്രഹം കാണാതെ പോയതൊന്നും അല്ലടോ. അതാരോ ഇവിടെ നിന്ന് മനഃപൂർവ്വം എടുത്ത് മാറ്റിയതാവാനേ സാധ്യതയുള്ളൂ.
അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പാപഫലം അവരല്ലേ അനുഭവിക്കേണ്ടത്. അതിനിങ്ങനെ താൻ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും ഏട്ടാ, പൂജ മുടങ്ങിപ്പോയില്ലേ? അത് ഓർക്കുമ്പോ സത്യത്തിൽ എനിക്ക് സങ്കടമല്ല, ദേഷ്യ വരുന്നത്. സ്വാതി, ദേ, നമ്മുടെ ഈ കുറച്ചു കാലത്തെ ജീവിതത്തിനിടയിൽ നമ്മൾ എത്ര പ്രതിസന്ധികൾ തരണം ചെയ്തിരിക്കുന്നു. ഇതും കടന്നു പോകാനുള്ള ശക്തി നമുക്ക് ദൈവം തരും. ഇതൊരു നിസ്സാര കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടും കാണും. പക്ഷേ നീ ഈ കാര്യത്തിൽ നിസ്സഹായ. അതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടാവും. നമ്മളത് അന്വേഷിക്കുക ഇനി വേണ്ടത്. ഏട്ടന്റെ ആഗ്രഹം സാധിച്ചു തരാൻ കഴിയാതെ പോയതാ എനിക്ക് പ്രശ്നം. എടോ, ആര് പറഞ്ഞു തന്നോടത് സാധിക്കില്ലെന്ന്? അതല്ലേ ഞാൻ പറഞ്ഞത്, നമുക്ക് പരിഹാരം തേടാന്ന്. ദേ, ദൈവത്തിന്റെ പദ്ധതികളെക്കുറിച്ച് നമുക്കെന്തറിയാം? ഇത് ആര് ചെയ്താലും അതിന്റെ പിന്നിൽ ഭഗവാൻ ഒരു പദ്ധതി ഉണ്ടാവും, അത് ഉറപ്പ്. ആർക്കോ പണി കൊടുക്കാൻ വേണ്ടി ദൈവമായിട്ട് അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചതാവാം. ചെയ്തത് ആരായാലും ദൈവം അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, ഒരു തെറ്റും ചെയ്യാത്ത നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന്. എന്നാലും നമുക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിനു വേണ്ടിയുള്ള പൂജയല്ലേ മുടങ്ങിയത്? എടോ, നമുക്കൊരു കുഞ്ഞിനെ കിട്ടാൻ വിധിയുണ്ടെങ്കിൽ അത് നടക്കും. ഇനി അതൊന്നും നടന്നില്ലെങ്കിലും നമുക്ക് നമ്മളില്ലേടോ. അങ്ങനെ എത്രയോ ഭാര്യ ഭർത്താക്കന്മാര് ഈ ലോകത്തുണ്ട്. പിന്നെ ആഗ്രഹങ്ങള് അത് എപ്പോഴും ഉണ്ടാവണം. അതാണല്ലോ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു പ്രതീക്ഷ നൽകുന്നത്. നമുക്ക് നോക്കാടോ. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ട് ഏട്ടന്? അയ്യേ, എന്റെ സ്വാതി ഇത്രയ്ക്ക് സില്ലിയാണോ? ഏട്ടന്റെ മുമ്പിൽ ഞാൻ സില്ലിയാ, പക്ഷെ എനിക്കിട്ട് പാര പണിയുന്നവരുടെ മുമ്പില് ഞാൻ പുലിയാവും. അതോക്കെ, ആയിക്കോ. അച്ഛൻ എന്തായാലും ആ സിദ്ധനെ കണ്ട് പരിഹാരം ആരായട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് പ്ലാൻ ചെയ്യാം. ഓക്കെ? ഡബിൾ ഓക്കെ. എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് നീ എന്താ ആലോചിക്കുന്നേ? അല്ലേ ജി, ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ഗിരിയേട്ടൻ എന്ത് കണ്ടിട്ടാ ആ സ്വാതിയേച്ചി ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നേ? ഒന്നെങ്കിൽ കാണാനൊരു മെന വേണം, അല്ലെങ്കിൽ അല്പം വിവരോ വിദ്യാഭ്യാസമോ വേണം. അതും അല്ലെങ്കിൽ കയ്യിലിരിപ്പ് നന്നായിരിക്കണം. ഇതൊന്നും ആ ചക്കപ്പോത്തിനില്ല. എന്നാ ഇതെല്ലാം ഉള്ള എന്നെയോ? അയക്ക് സർവത്ര ചതുർത്ഥിയും. ചേച്ചി എന്തിനാ ചിരിക്കുന്നേ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അല്ല, നീ സ്വയം വിലയിരുത്തി വെച്ചേക്കുന്നത് ഓർത്തിട്ട് ചിരിച്ചു പോയതാ. ഊതിയതായിരിക്കും. അല്ല നന്ദിനി, ഗിരി സ്വാതിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇന്നും ഇന്നലെ അല്ല തുടങ്ങിയത്. നീ ഇപ്പോ അതോർത്ത് വേവലാതിപ്പെടണമെങ്കിൽ അതിലെന്തോ ഇല്ലേ? എന്ത്? നീയേ ആ വിഗ്രഹം എന്ത് ചെയ്തു എന്ന് പറ, ഞാൻ നിന്നെ സഹായിക്കാം. ദേ ചേച്ചി, വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ. ഞാൻ മനസ്സവചറിഞ്ഞ കാര്യമൊന്നുമല്ല. മോളെ നന്ദിനി, ഞാൻ നിന്നെ കണ്ടു തുടങ്ങിയിട്ടേ കുറച്ചു നാളായതേ ഉള്ളൂ. എങ്കിലുവേ നിന്നെ എനിക്ക് ഈ ലോകത്ത് മറ്റാരെക്കാളും നന്നായിട്ടിപ്പോ അറിയാം. നീയാണിത് പൊക്കിയെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ സിദ്ധന്റെ വായിൽ നിന്ന് വല്യച്ഛനിപ്പോ അത് കേട്ടും കാണും. അതുകൊണ്ടേ മര്യാദയ്ക്ക് എന്നോട് സത്യം പറ. ദേ, ഞാൻ നിന്റെ ഒപ്പം നിൽക്കും. ഇല്ലെങ്കി എന്ന് വെച്ചാ എങ്ങാനും നീ പിടിക്കപ്പെട്ട ഞാൻ എന്റെ തടി ഒരു പാട്ടിനങ്ങ് പോവും. ചേച്ചി ദൈവദോഷം പറയരുത്. നിനക്ക് കാണിക്കല്ലേ? ചേച്ചി, ഞാൻ ആ വിഗ്രഹം എടുത്ത് മാറ്റിയെന്നുള്ളതിന് തെളിവൊന്നുമില്ലല്ലോ. ചേച്ചി ഇപ്പൊ പറയുന്നത് ഒരു സംശയം മാത്ര. അതാർക്കും ആരുടെ മേലെയും പറയാം. ഇനിയിപ്പോ ചേച്ചിയാണ് ഇതിന്റെ പിന്നിലെന്ന് ഞാൻ പറഞ്ഞാലോ? പിന്നെ ഞാന് അതിന് നിന്റെ തെളിവ് വല്ലതും ഉണ്ടോ? തെളിവിനാണോ പഞ്ഞം? അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. എടി ക്രിമിനലേ, നീ എന്നെ കുടുക്കി കളയല്ലേ? എന്നാ എന്നോട് തുറന്നു പറ, എങ്ങനെയാ പൊക്കിയേ? എന്ത് വിഗ്രഹം?
സാധനം ഇപ്പൊ എവിടെ ഉണ്ട്? ദേ നന്ദിനി, ചുമ്മാ വായി തോന്നിയൊന്നും വിളിച്ചു പറയല്ലേ. ഓ, എന്റെ ദൈവത്തിനാണ് ഞാനല്ല എടുത്തത്. നോക്കുമോളെ, വലിയ വലിയ അധോലോക നായകന്മാര് വരെ ഇത്തരം ചില നിസ്സാര സംശയങ്ങളുടെ പേരിലാ പരസ്പരം ബദ്ധശത്രുക്കളായി മാറുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് കൊന്നിട്ടുള്ളത്. അത് നമുക്കിടയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അതന്നെയാ എനിക്കും പറയാനുള്ളത്. അതുകൊണ്ട് നമ്മളല്ല സ്വാതിയുടെ വിഗ്രഹം എടുത്ത് മാറ്റിയതെങ്കിൽ പരസ്പരം പഴിചാരാതെ ദേ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഓക്കെ? ഓക്കെ. ഇവള് ഞാൻ ഉദ്ദേശിച്ചതിലും വലിയ താപ്പാനയാ. ഒക്കെ ചെയ്ത് കൂട്ടിയിട്ട് കട്ടയ്ക്ക് അഭിനയിക്കുക. അത് എന്റെ മുന്നില്. എല്ലാ കൊള്ളരുതായ്മകൾക്കും ഒന്നിച്ചു നിന്നിട്ട് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനില് തിരിച്ച് പണി തരാൻ നോക്ക്. അത് എനിക്കിട്ടും. നടക്കില്ല ഗൗരിക്കുട്ടി, ഇതാള് വേറെയാ. സാധാരണ മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട് മഹേശ്വര. അതിനും എത്രയോ അപ്പുറത്താണ് ഈശ്വരന്റെ തീരുമാനം. എന്നാലും പൂജയ്ക്ക് വെച്ച വിഗ്രഹം ആരെങ്കിലും എടുത്ത് മാറ്റാതെ സ്വയം അപ്രത്യക്ഷമാവോ? അതെ, അതെടുത്തു മാറ്റുക തന്നെ ചെയ്തതാണ്. മഹേശ്വരൻ വിഷമിക്കണ്ട. വിഗ്രഹം ആ വീട്ടിൽ തന്നെയുണ്ട്. ഒന്നുകൂടി വിശദമായി പരിശോധിച്ചാൽ മതി. എന്നാലും ആ വിഗ്രഹം എടുത്ത് മാറ്റിയത് എന്തിനായിരിക്കും സ്വാമി? ഒന്നിനെ മറയ്ക്കാൻ മറ്റൊന്ന്, ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഒരുതരം കൺകെട്ട് വിദ്യ. അനാദികാലം മുതലേ മനുഷ്യൻ ആർക്ക് നേരെയും എടുത്തുപയോഗിക്കുന്ന തന്ത്രം. അതിവിടെയും പ്രയോഗിക്കപ്പെട്ടു, അത്രയുള്ളൂ. ഇതുകൊണ്ട് സ്വാതിയുടെ പൂജയ്ക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ സ്വാമി? ദേവി അനുഗ്രഹിച്ച കുട്ടിയാണ് സ്വാതി. അവൾക്കെതിരെ ആരെന്ത് ചെയ്താലും ഒടുവിൽ അവൾക്കത് നന്മയായിട്ട് തന്നെ വന്ന് ഭവിക്കും. പുറത്തുനിന്നൊരാളും അവിടേക്ക് വന്നിട്ടില്ല സ്വാമി. അതിൽ സംശയം വേണ്ട മഹേശ്വര. അതെടുത്തു മാറ്റിയത് മഹേശ്വരന്റെ വീട്ടിലുള്ളവർ തന്നെയാണ്, കുടുംബാംഗം. സ്വാതിയോട് അവിടെ ആർക്കും ഇത്രയും വിരോധം തോന്നേണ്ട കാര്യമില്ല സ്വാമി. പിന്നെ എന്തിനായിരിക്കും ആ വിഗ്രഹം എടുത്ത് മാറ്റിയത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഹേശ്വര, ഒന്നിനെ മറയ്ക്കാൻ മറ്റൊന്ന്. ഇവിടെ അത് ഒരു പ്രവൃത്തിയിലും രണ്ട് ഫലപ്രാപ്തിയിലും എത്തി. ഒന്ന്, നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു. രണ്ട്, സ്വാതിയുടെ പൂജ മുടക്കി. വിഗ്രഹം അവിടെ തന്നെയുണ്ട്. തിരഞ്ഞാൽ മതി, കണ്ടുകിട്ടും. ഒക്കെ ശുഭമായി തന്നെ ഭവിക്കും. ഈശ്വരോ രക്ഷതു. ശരി സ്വാമി, പോയിട്ട് വരാം. ദേ വലിച്ചു വന്നല്ലോ. സിദ്ധൻ എന്ത് പറഞ്ഞു എന്തോ. വാ. അച്ഛാ, അച്ഛൻ സിദ്ധനെ കണ്ടിട്ട് വരികയല്ലേ? അതെ. എന്നിട്ട് എന്താ അച്ഛാ, വിഗ്രഹം കാണാതായതിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ഈ വീടിന് ഐശ്വര്യവും സമാധാനവും നൽകുന്ന പൂജ മുടങ്ങണമെന്ന ഉദ്ദേശത്തോടു കൂടി മനഃപൂർവ്വം ആരോ പ്രവർത്തിച്ചു എന്നാണ് സിദ്ധം പറഞ്ഞത്. അപ്പൊ വിഗ്രഹം കാണാതായത്? അതെ, പൂജ മുടക്കാനായി ചെയ്ത പ്രവൃത്തി തന്നെയാണ്. വലിച്ച വിഗ്രഹത്തിന് എന്ത് സംഭവിച്ചെന്ന് അദ്ദേഹം പറഞ്ഞത്? പൂജിക്കേണ്ട വിഗ്രഹം മനഃപൂർവ്വം എടുത്ത് മാറ്റി. ഇപ്പൊ മനസ്സിലായോ? ഒന്നുകൂടെ അദ്ദേഹം പറഞ്ഞു, വിഗ്രഹം മാറ്റിയത് പൂജ മുടക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റെന്തോ ഒരു ഗൂഢ ഉദ്ദേശവും ആ ചെയ്ത ആൾക്കുണ്ടായിരുന്നു. എന്ത്
എന്തുദ്ദേശം? വിഗ്രഹം മാറ്റുന്നതിലൂടെ ഈ വീട്ടിലുള്ളവരുടെ ശ്രദ്ധ മറ്റൊന്നിൽ നിന്ന് വിഗ്രഹം നഷ്ടപ്പെട്ട സംഭവത്തിലേക്ക് തിരിച്ചുവിടണം. വല്യച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ശരിക്കും ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാത്തിനും വ്യക്തത വരും, അധികം താമസമില്ല. അപ്പോ എല്ലാവർക്കും എല്ലാം മനസ്സിലാവും. വിഗ്രഹം എവിടെ ഉണ്ടെന്ന് സിദ്ധം പറഞ്ഞോ? പറഞ്ഞു, വിഗ്രഹം ഈ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ട്. ഈ വീട്ടിലോ? അതെ, ഈ വീട്ടിനുള്ളിൽ തന്നെ. അച്ഛാ, വിഗ്രഹം ആരാ അവിടെ നിന്ന് എടുത്ത് മാറ്റിയത്? മോളെ, പുറമേന്ന് ആരും വന്ന് ഇങ്ങനൊരു പാതകം കാണിക്കില്ല. അത് ചെയ്ത ദുർബുദ്ധി ഈ കുടുംബത്തിലുള്ളത് തന്നെ. സിദ്ധൻ അത് പറഞ്ഞു കേട്ടപ്പോ ഞാനങ്ങ് ഉരുകി ഇല്ലാതായിപ്പോയി. വല്യച്ഛ, ഈ പൂജ മുടക്കിയതിന്റെ പേരിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഇവളിത് മനഃപൂർവ്വം ചെയ്തതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ സ്വാതിയുടെ വിഗ്രഹം തന്നെ എങ്ങനെയാ നഷ്ടപ്പെടുന്നത്? ഞങ്ങളിൽ ആരെങ്കിലും അത് എടുക്കാൻ ധൈര്യപ്പെടുമെന്ന് വല്യച്ഛന് തോന്നുന്നുണ്ടോ? ഇല്ല അച്ഛാ, ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് പൂജിക്കാനുള്ള വിഗ്രഹം ഞാൻ എന്തിനു മാറ്റണം? ഞാൻ കാരണം ഈ വീട്ടില് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഗൗരിയും നന്ദിനി ഇത് എടുത്തിട്ടില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ഓ, ഞാൻ പറഞ്ഞില്ലേ വല്യച്ഛ, ഇല്ല. നന്ദിനിയോ, നീയായിട്ട് എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ പറയണം. ഒക്കെ ക്ഷമിക്കും ഞാൻ. അത് ശരി. അപ്പൊ എന്നെ കുറ്റവാളിയാക്കാനുള്ള ശ്രമമാണല്ലേ? ഞാൻ ആരുടെ വിഗ്രഹം എടുത്തിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ 3 പേരും ഉറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് നിങ്ങളുടെ 3 പേരുടെ മുറികളൊന്ന് പരിശോധിക്കണം. ആരോടും പക്ഷഭേദമോ വേർതിരിവോ പാടില്ലല്ലോ. ആ വല്യച്ഛ, ഞങ്ങളും കൂടെ വരാം. വേണ്ട, നിങ്ങൾ 3 പേരും ഇവിടെ താഴെ തന്നെ നിന്നാ മതി. ഞാൻ പരിശോധിച്ചോളാം. എന്തായാലും ഈ വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ തുടങ്ങിയപ്പോ അത് മുടക്കിയതാരെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാൻ പറയുന്നത് വരെ ആരും മുകളിലേക്ക് വരരുത്, മനസ്സിലായോ? നീലേ, നീലേ, എന്താ അച്ഛാ? സ്വാതിയുടെ കാണാതെ പോയ വിഗ്രഹം ഈ വീട്ടിൽ തന്നെ ഉണ്ട്. എവിടെ? അത് നമ്മൾ തിരഞ്ഞു കണ്ടുപിടിക്കണം. ഈ വീട്ടിൽ തന്നെയുള്ള ആരോ ഒരാളാണ് അത് ഇരുന്ന സ്ഥലത്ത് നിന്ന് എടുത്ത് മാറ്റിയത്. എന്തിന്? പൂജ മുടങ്ങാൻ. അതിനിപ്പോ ഒരാളുടെ പൂജ മുടക്കിയിട്ട് ഇവിടെ ആർക്ക് എന്ത് കിട്ടാനാ വലിച്ച? അതാ എനിക്കും അറിയേണ്ടത്. എന്തായാലും പെൺപടയെ ഞാൻ താഴെ നിർത്തിയിട്ടുണ്ട്. അവരെ കൂടെ വിളിച്ചാ പിന്നെ സംഗതി പെട്ടെന്ന് തപ്പിയെടുത്തൂടെ? അത് ശരിയാവില്ല. എടുത്ത ആള് ആ കൂട്ടത്തിലുണ്ടെങ്കിൽ സാധനം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ കഴിയാത്ത സ്ഥലത്തേക്ക് അത് പോവും. അതുകൊണ്ടാ അത് വേണ്ടാന്ന് വെച്ചേ. നിങ്ങൾ വാ, നമുക്കതൊന്ന് തപ്പിയെടുക്കാം. വാ.